എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങൾ നോക്കുകയാണെങ്കിൽ എക്സാലോജിക്കിനും CMRL പണം കൈമാറിയ കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് അടക്കമുള്ള നിർണായക നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഏറെയാണ്. കരിമണൽ കമ്പനിയായ CMRLിലെ ഉദ്യോഗസ്ഥർ അന്വേഷണത്തോട് സഹകരിക്കാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു നീക്കം ഉണ്ടാകാൻ പോകുന്നത്. ഇതിനു മുന്നോടിയായി അന്വേഷണ സംഘം പ്രോസിക്യൂട്ടർമാരിൽ നിന്നും നിയമോപദേശം തേടിയിട്ടുണ്ട്. കമ്പനി മാനേജിംഗ് ഡയറക്ടർ SN ശശീന്ദ്രൻ കർത്തയെ ബുധനാഴ്ച രാത്രി 11:30 വരെ ആലുവയിലെ വീട്ടിൽ ചോദ്യം ചെയ്യുന്നത് ആരും മറന്നിട്ടുണ്ടാവില്ല. ഇതേ രീതി തന്നെ മറ്റു ഉദ്യോഗസ്ഥർക്കും ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. ഇഡിയുടെ ആവശ്യപ്രകാരം ഇതിനിടയിൽ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സംഘം ശശീന്ദ്രൻ കർത്തായുടെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയും പരിശോധിച്ചിരുന്നു. CMRLിലെ ഉയർന്ന പദവി വഹിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ഫിനാൻസ് ചീഫ് മാനേജർ സുരേഷ് കുമാർ, അതുപോലെ തന്നെ ഈ കേഷ്യറായിട്ടുള്ള KM വാസുദേവൻ എന്നിവരെ തുടർച്ചയായ 3-ാം ദിവസവും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കരിമണൽ ഖനനം കേന്ദ്ര സർക്കാർ നിരോധിച്ചതിന് ശേഷവും കേരള തീരത്ത് കരിമണൽ ഖനനം നടത്താൻ CMRLിന് കഴിഞ്ഞിരുന്നു. ED ചോദ്യം ചെയ്യലിനിടയിൽ ശശീന്ദ്രൻ കർത്തയോടും മറ്റു ഉദ്യോഗസ്ഥരോടും ഇത് സംബന്ധിച്ച് ചോദിച്ചെങ്കിലും വ്യക്തമായ ഉത്തരം ലഭിച്ചില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് CMRL കമ്പനി 14 കോടി രൂപ ഇടതുമുന്നണിയിലെ ഒരു ഘടകകക്ഷി പാർട്ടി നേതാവിന് നൽകിയെന്ന ആരോപണത്തിന്റെ വസ്തുതകളും ED ആരാഞ്ഞിട്ടുണ്ട്. ശശീന്ദ്രൻ കർത്തയടക്കം CMRLിലെ എല്ലാവരും മുഴുവൻ ആരോപണങ്ങളും നിഷേധിച്ചിട്ടുമുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ രണ്ട് കേസുകളിലും പ്രധാനമായി വീണ വിജയൻ കുരുങ്ങുന്നുണ്ട്. അതിന്റെ പിന്നാലെ തന്നെ പിണറായി വിജയൻ കുരുങ്ങുമെന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും രണ്ട് കാര്യങ്ങളിലും ഇന്നത്തെ ദിവസം വന്നിരിക്കുന്നത് അത്ര സുഖകരമായിട്ടുള്ള വാർത്തയല്ല, പ്രധാനമായും വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി വീണ്ടും മാറ്റിവെച്ചിട്ടുണ്ട്. വീണ്ടും പരിഗണിക്കുമ്പോൾ അതിന്റെ കാര്യം നമുക്ക് വ്യക്തമാക്കാം. ഇതിപ്പോൾ എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. വരും ദിവസങ്ങളിൽ ചില നിർണായക സംഭവ വികാസങ്ങൾ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.